Hello everyone, welcome to our channel Nursing with Jinsei. Today we will continue with our previous session, that is Vital Signs. നമ്മൾ പ്രീവിയസ് വീഡിയോ സെഷനിൽ നിർത്തിയിരുന്നത് ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. സോ ടുഡേ ഐ വിൽ കണ്ടിന്യൂ വിത്ത് ദ സെയിം ടോപ്പിക് വൈറ്റൽ സയൻസ്. ടുഡേ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് പൾസ് ഓർ ഹാർട്ട് റേറ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് പൾസ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് ടെമ്പറേച്ചറിന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ഞാൻ വിട്ടുപോയിരുന്നു. ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഈസ് ദ പോർഷൻ ഓഫ് അവർ ബ്രെയിൻ. നമ്മുടെ തലച്ചോറിലെ ഒരു പോർഷനാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ബോഡി ഫങ്ഷൻ ആവശ്യമായിട്ടുള്ള ബോഡി ടെമ്പറേച്ചറിനെ നമ്മുടെ ബോഡി റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നത്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആസ് യു ആർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ആസ് യു ആർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ച് ഓഫ് ഫോളോവിങ്, വൺ വേർഡ് ടൈപ്പ് ഓഫ് എനി വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓർ ട്രൂ ഓർ ഫോൾസ്. ഇതിനൊക്കെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. വിച്ച് ഇസ് ദ ഹീറ്റ് റെഗുലേറ്ററി സെൻറ്റർ ഓഫ് അവർ ബോഡി? ദ ആൻസർ ഈസ് ഹൈപ്പോതലാമസ്. ഓക്കെ, സോ ടുഡേ we will start with the pulse or heart rate. Okay, so first about what is the meaning of pulse. Okay, pulse എന്ന് വെച്ചാൽ എന്താണ്, അല്ലെ പൾസ് എന്താണ് എന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ how you can give the answer as a meaning of pulse. Okay, pulse is the rhythmical throbbing of the arteries when the blood is propelled through them. Okay, മീനിങ് എന്ന് വെച്ചാൽ പൾസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് രക്തക്കുഴലുകൾ, രക്തധമനികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രക്തക്കുഴലുകളിലൂടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രക്തോട്ടം നടക്കുമ്പോൾ ആ സമയത്ത് ആ ബ്ലഡിൻ്റെ ഒരു ഫോഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ആ ബ്ലഡ് പാസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫോഴ്സ് കൊണ്ട് ബ്ലഡ് വെസൽസിന് കൺട്രാക്ഷനും റിലാക്സേഷനും ഉണ്ടാവുന്നു. സോ ആ കൺട്രാക്ഷനും റിലാക്സേഷനും കൊണ്ട് അതിൻ്റെ ഫലമായി നമ്മുടെ ആ ബ്ലഡ് വെസൽസിൽ ഒരു ത്രോബിങ് വൈബ്രേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, ലൈക്ക് ദിസ് ത്രോബിങ് വൈബ്രേഷൻ അല്ലെങ്കിൽ ത്രോബിങ് സെൻസേഷൻ ഉണ്ടാകുന്നു. ഈ ത്രോബിങ് സെൻസേഷനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മീനിങ് ഓഫ് പൾസ്. ഓക്കെ, once again, pulse is the rhythmical throbbing of the arteries when the blood is propelled through them. Okay, that is the meaning of pulse. Then pulse is otherwise known as heart rate. Pulse ne namukku heart rate ennum vilikam alle, nammal paranju pulse is otherwise known as is heart rate. So here the pulse, why we called as it is heart rate. Pulse is otherwise known as heart rate because pulse means the number of heartbeats per minute. Okay, pulse is equal to number, or pulse is otherwise we can mean as number of heartbeats per minute. ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് എത്രയുണ്ട് ആ എണ്ണം തന്നെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് the number of heartbeats per minute is called pulse. Okay, so നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ പൾസ് മോണിറ്റർ ചെയ്യുമ്പോൾ അല്ലെ പൾസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ we are assessing mainly two body functions of that patients. The first one is we are assessing that patient's heart functioning, and the second one is we are assessing that patient's whole body blood circulation. Okay, നമ്മൾ പൾസ് മോണിറ്റർ ചെയ്യുമ്പോൾ ആ പേഷ്യൻ്റെ ഹാർട്ട് ഫങ്ഷൻ എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. ദ സെയിം അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേറ്ററി സ്റ്റാറ്റസ് എങ്ങനെയുണ്ട് എന്ന് നമ്മൾ അസസ് ചെയ്യുന്നു. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വെറുതെ ചെന്നിട്ട് പേഷ്യൻ്റെ പൾസ് ജസ്റ്റ് കൗണ്ട് ചെയ്ത് വരുമ്പോൾ അത് ജസ്റ്റ് ഒരു very simple എന്ന് വിചാരിക്കരുത്. when we are palpating and when we are counting or monitoring our patient pulse rate means we are assessing very very important two body functions. Okay, first is we are assessing that patient's heart functioning, and second one is we are assessing that patient whole blood circulation. Okay, it's clear for you? Okay, so as a medical professional നമ്മളൊരു പേഷ്യൻ്റെ പൾസ് മോണിറ്റർ ചെയ്യാൻ പോവുകയാണ്. So we should, or we must have the basic knowledge regarding the normal and the abnormal. Okay, so the next is the normal pulse rate. What is the normal pulse rate? Before that,
നമ്മൾ പൾസ് റേറ്റിനെ എങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. പൾസ് റേറ്റ് നമ്മൾ ടെമ്പറേച്ചർ പറയുമ്പോൾ അതെങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്തത്? ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹൈറ്റ് എന്ന് പറയാം. ദ സെയിം ഹിയർ, നമ്മൾ പൾസിനെ സ്റ്റേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ബീറ്റ്സ് പെർ മിനിറ്റ്. ഓക്കെ, നമ്മൾ പൾസിൻ്റെ യൂണിറ്റ് ആണ് ബീറ്റ്സ് പെർ മിനിറ്റ്. ഓക്കെ, ബീറ്റ്സ് പെർ മിനിറ്റ്. എന്തുകൊണ്ടാണ് ബീറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്? ഇസ് കൺസേൺ അബൌട്ട് ഹാർട്ട് ബീറ്റ്. ഓക്കെ, ആ ബീറ്റ് തന്നെയാണിത്, ബീറ്റ്സ് പെർ മിനിറ്റ്സ്. അപ്പോൾ നമ്മളോട് ആരെങ്കിലും പൾസ് എത്രയാണ് എന്ന് ചോദിച്ചാൽ you should state with the unit of beats per minute. Then what is a normal? When we are concerned with any normal values, we are concerned on the basis on a basic value of an adult. Okay, so here also the normal pulse rate of an adult is 72 beats per minute. Okay, 72 ബീറ്റ്സ് പെർ മിനിറ്റ്. ഇതാണ് നമ്മളൊരു നോർമൽ അഡൽട്ടിൻ്റെ നോർമൽ പൾസ് റേറ്റ് എത്രയാണ്. ദാറ്റ് ആൻസർ ഈസ് 72 ബീറ്റ്സ് പെർ മിനിറ്റ് എന്നാണ് ആൻസർ. ദെൻ ഹിയർ നമുക്ക് ഇപ്പോൾ എൻ്റെ പൾസ് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങളുടെ പൾസ് നോക്കിയാലോ നമുക്കൊരിക്കലും എക്സാക്റ്റ് 72 ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മുടെ വാല്യൂ ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കില്ല അല്ലേ. അപ്പോൾ നമുക്ക് 72 ബീറ്റ്സ് പെർ മിനിറ്റ് എക്സാക്റ്റ് നമുക്കൊരിക്കലും കിട്ടില്ല. സോ in our medical science there is a range for normal pulse rate, that is 60 to 100 beats per minute. Okay, 60 okay, 60 to 100 beats per minute. This is considered as our normal range for pulse. Okay, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ 60 to 100 ഉള്ളിൽ നമുക്ക് നമ്മൾ പേഷ്യൻ്റെ പൾസ് മോണിറ്റർ ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിൽ ദാറ്റ് കൺസിഡർ ആസ് ദ പേഷ്യൻസ് പൾസ് റേറ്റ് ഈസ് നോർമൽ. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ അബ്നോർമൽ ദെൻ? ഓക്കെ, സോ നമ്മൾ നോർമൽ എന്താണെന്ന് ഇപ്പോൾ അറിയാം അല്ലേ. സോ നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ബേസിക് വേരിയേഷൻസ് ഓൾസോ വി മസ്റ്റ് നോ. ദെൻ ഓൺലി വി ക്യാൻ clearly or keenly assess our patient, and we can provide better care, and we can provide further treatment options. Okay, for that we want to know what is some basic variations. അപ്പോൾ നമ്മൾ പൾസ് നോക്കി നോർമൽ ആണോ അല്ലയോ അല്ലേ. 60 to 100 beats per minute is considered as range of normal pulse rate. So here the basic pulse variations. Okay, the basic pulse variations, first is the pulse is above 100 beats per minute. The pulse is above 100 beats per minute. That condition medically termed as tachycardia. Okay, tachycardia. Tachycardia. Okay, TACHY, then cardia, CARDIA. Okay, the same, the pulse rate above 60 beats per minute. That condition medically 60 beats per minute pulse 60 ബീറ്റ്സിലും താഴെയാണ് ഒരു പേഷ്യൻ്റെ പൾസ് എങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് മെഡിക്കലി ടേംഡ് ആസ് ബ്രാഡികാർഡിയ. ഓക്കെ, എബോ ആണെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ടക്കിക്കാർഡിയ. ബിലോ 60 ബീറ്റ്സ് ആണെങ്കിൽ ബ്രാഡികാർഡിയ. ഓക്കെ, ദാറ്റ് ഈസ് ബ്രാഡികാർഡിയ, BRADYCARDIA, ബ്രാഡികാർഡിയ. സോ ഹിയർ common word is cardia, tachycardia, bradycardia. Okay, what is mean by cardia? നമുക്ക് എല്ലാവർക്കും അല്ലേ, ജനറൽ മെഡിക്കൽ പ്രൊഫഷൻ അല്ലാത്തവർക്കും എല്ലാവർക്കും വളരെ കോമൺലി അറിയാവുന്ന ഒരു വേർഡാണ് കാർഡിയ. നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ചെയ്യുമ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, കാർഡിയാക് സർജൻ, കാർഡിയോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലേ. നമ്മളിങ്ങനെ കാർഡിയാക് മെഡിസിൻ, കാർഡിയാക് ഫാർമസി നമ്മളിങ്ങനെല്ലാം കേട്ടിട്ടുണ്ട്.
Okay, so cardiac, the word related to heart. So cardiac അല്ലെങ്കിൽ cardio എന്ന് കേട്ടാൽ നിങ്ങൾ മൈൻഡ് ചെയ്യണം, that is something related to heart, our heart. Okay, that is tachycardia and bradycardia. അപ്പോൾ നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഈ ഒരു റേഞ്ചിൽ 100 എബോ ആണെങ്കിൽ പേഷ്യൻ്റ് ഇപ്പോൾ ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ മോണിറ്ററിങ്ങിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു വേരിയേഷൻസ് തോന്നും. അപ്പോഴെല്ലാം പേഷ്യൻ്റ് ടക്കിക്കാർഡിക് ആണോ എന്നില്ല, ചിലപ്പം ബോഡി ടെമ്പറേച്ചർ വേരിയേഷൻസ്, ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രെയിനിയസ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സ്റ്റെപ്പൊക്കെ കയറുക, അങ്ങനെയുള്ള മിക്ക കണ്ടീഷനിലും നമുക്ക് കുറച്ച് പൾസ് കൂടുവരും അല്ലേ. അപ്പോൾ അതൊരു നമ്മുടെ മെഡിക്കൽ ഒരു സിറ്റുവേഷനിൽ ഒരു എമർജൻസി കെയറിൻ്റെ ആവശ്യമെന്നല്ല പറയുന്നത്, എപ്പോഴും അല്ല. ബട്ട് ഇൻ അവർ ഹോസ്പിറ്റൽ വി ആർ മോണിറ്ററിങ് പേഷ്യൻസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. നമ്മളങ്ങനെ റെഗുലറായിട്ട് ഒരു 2 ടൈംസിൽ 3 ടൈംസിലൊക്കെ കൂടുതൽ മോണിറ്റർ ചെയ്യുമ്പോഴൊക്കെയും പേഷ്യൻസിന് എബോവ് 100 ആണ്, അല്ലെ ബിലോ 60 ആണെങ്കിൽ ദാറ്റ് ഈസ് പേഷ്യൻ്റ് ഇസ്, നമുക്ക് പറയാം പേഷ്യൻ്റ് ഇസ് ടക്കിക്കാർഡിക് ഓൾവേസ് ഓർ പേഷ്യൻ്റ് ഇസ് ബ്രാഡിക്കാർഡിക് ഓൾവേസ്. സോ സംതിങ് വി നീഡ് ടു keenly observe the patient for any further care or further management options. Okay, this is then another very commonly we can see in patient, another very common variation is intermittent pulse. Okay, intermittent pulse, intermittent pulse. This also very commonly we can see in some situations for some patients. Intermittent pulse means നമുക്കറിയാം ഇൻ്റർമിഷൻ, നമ്മളെപ്പോഴാണ് കാണാറുള്ളത് അല്ലേ, നമ്മൾ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കാണാറുണ്ട് സ്ക്രീനിൽ അല്ലേ, ഇൻ്റർമിഷൻ. ദെൻ ഇൻ്റർവെൽ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻ്റർമിഷൻ ഓർ ഇൻ്റർവെൽ? ദർ ഈസ് എ ബ്രേക്ക് അല്ലേ, ഒരു ഇടവേള, അതാണ് മീനിങ്. ദ സെയിം ഹിയർ, ഇൻ്റർമിറ്റൻറ്റ് പൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റ് ബേസിലാണ് നമ്മൾ പൾസ് നോക്കുന്നത് അല്ലേ, അദ്ദേഹത്തിൻ്റെ പൾസ് നോർമലാണോ എന്ന് നമ്മുടെ പേഷ്യൻറ്റിനെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പേഷ്യൻറ്റിന് പൾസ് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 1 മിനിറ്റ് ബേസിൽ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇടവേളകളിലായിട്ട് പൾസ് കിട്ടുന്നില്ല, ആ ഒരു ത്രോബിങ് സെൻസേഷൻ വന്നിട്ട് നമുക്ക് പൾസ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 1 2 3 ഒരു 3 ത്രോബിങ് സെൻസ് കിട്ടിയിട്ട് പിന്നെ കുറച്ച് നേരത്തിന് സൈലൻ്റ് ആണ്, നമുക്ക് പൾസ് ഫീൽ ചെയ്യുന്നില്ല. ദെൻ ആഫ്റ്റർ ഫ്യൂ സെക്കൻഡ്സ് again starting. Okay, so like this there is a missed pulse at regular intervals. Okay, missed pulse at regular intervals, that kind of pulse or that kind of situation we can term as that patient, and that patient pulse is intermittent. Okay, that is intermittent pulse. So these are the main or basic concern or basic pulse variation we can notice from any patient. If we can when we are monitoring, we can noticing more than 3 times this any condition, this should inform to the physician or to your head nurse or anyone for effective management of the patient condition. Okay, then the next our title is very important, how we can monitor the pulse. Okay, നമ്മൾ എങ്ങനെയാണ് പേഷ്യൻ്റെ പൾസ് മോണിറ്റർ ചെയ്യുന്നത്? സോ ദ ടോപ്പിക് ഇസ് സൈറ്റ്സ് ഫോർ ചെക്കിംഗ് പൾസ് ഓർ സൈറ്റ്സ് ഫോർ മോണിറ്ററിങ് പൾസ് റേറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് അവർ നെക്സ്റ്റ് ടൈറ്റിൽ, sites for monitoring pulse rate. There are 10 basic sites for monitoring or checking pulse rate for patients in our body. Okay, the first is, I will write first and next I will explain. Okay, the first one is temporal. Second is carotid. Third one is apical. Fourth one is brachial. Fifth one is radial. And here again we are continuing. The sixth one is ulnar. Seventh one is popliteal. Eighth one is
femoral. Ninth one is posterior tibial. Posterior tibial. Then the last 10th is dorsalis pedis. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലൈറ്റ്സ് പ്രോബ്ലം ഉണ്ട്. ഐ എം വെരി സോറി ഫോർ ദാറ്റ്. ഓക്കെ, സോ നൗ വി വിൽ ഗോയിങ് ടു ഡിസ്കസ് വിത്ത് sites for checking pulse rate. Okay, the first site considered as temporal site ഏതായിരുന്നു? We all know നമ്മൾ ടെമ്പറേച്ചറിൻ്റെ സെഷൻസ് പറഞ്ഞാണ് ടെമ്പറൽ ഈസ് നമ്മുടെ ഫോർഹെഡിൻ്റെ ഈ രണ്ട് ബോത്ത് സൈഡ്സിനാണ് നമ്മൾ ടെമ്പറൽ റീജിയൻ എന്ന് പറയുന്നത്. സോ ഹിയർ ഓൾസോ ദ സെയിം, നമ്മൾ ഇവിടെ പാൽപ്പേറ്റ് ചെയ്ത് ഫീൽ ചെയ്യുന്ന പൾസിനെയാണ് ടെമ്പറൽ പൾസ് അല്ലെങ്കിൽ ടെമ്പറൽ റീജിയനിൽ നോക്കുക എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് അവർ സൈറ്റ് ഇസ് ടെമ്പറൽ. ഓക്കെ, ടെമ്പറൽ പൾസ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് കെരോട്ടിഡ് ആർട്ടറി അല്ലെങ്കിൽ കെരോട്ടിഡ് റീജിയനിൽ ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ കെരോട്ടിഡ് പൾസ് എന്ന് പറയുന്നത്. കെരോട്ടിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോവർ ജോയും നമ്മുടെ ഈ നെക്കും തമ്മിലുള്ള ഈ ഒരു സ്ഥലം, ഇവിടെ ഈ നെക്കിൽ നമ്മൾ ഫീൽ ചെയ്യുന്നതിനാണ് നമ്മൾ കെരോട്ടിഡ് പൾസ് അല്ലെങ്കിൽ കെരോട്ടിഡ് റീജിയനിൽ നോക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വളരെ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ എമർജൻസി സിറ്റുവേഷനിലും അങ്ങനെയുള്ള ഫേറ്റൽ ടൈമിലൊക്കെ പേഷ്യൻ്റ് എന്തെങ്കിലും സംഭവിച്ചോ, പേഷ്യൻ്റ് എലൈവ് ആണോ എന്ന് പോലും നമ്മൾ കൺഫേം ചെയ്യുന്നത് നമ്മൾ കെരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്തിട്ടാണ്. സോ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പൾസ്, കെരോട്ടിഡ് പൾസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് epical pulse. Okay, epical pulse means epical pulse നമ്മൾക്ക് ഒരിക്കലും കൈകൊണ്ട് ഫീൽ ചെയ്യില്ല. നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്താണ് എപ്പിക്കൽ പൾസ് അല്ലെങ്കിൽ പൾസിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ കൗണ്ടിങ് റിതമൊക്കെ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുണ്ടല്ലേ, ഡോക്ടേഴ്സ് നമ്മുടെ ലെഫ്റ്റ് സൈഡ്, നമ്മുടെ ഹാർട്ട് ലൊക്കേഷൻ എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്, ബിലോ ദ നിപ്പിൾ ലൈൻ. ഓക്കെ, നമ്മുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ ബിലോ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഹാർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു എപ്പിക്കൽ സൈറ്റ് എന്നാണ് നമ്മൾ ഹാർട്ടിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എപ്പിക്കൽ സൈറ്റ് എന്നാണ് പറയുക. അപ്പോൾ അവിടെ സ്റ്റെതസ്കോപ്പ് വെച്ച് ഡോക്ടർ ഓസ്കൾട്ടേറ്റ് ചെയ്താണ് നമ്മൾ എപ്പിക്കൽ പൾസിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ എപ്പിക്കൽ പൾസ് അല്ലെങ്കിൽ ഹാർട്ട് ഫങ്ഷൻ നോക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എപ്പിക്കൽ. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ലൊക്കേഷൻ ബിലോ ദ ബ്രസ്റ്റ് ലൈൻ ഓർ നിപ്പിൾ ലൈൻ, ബിലോ ലെഫ്റ്റ് സൈഡ് ഹിയർ. ഓക്കെ, നമ്മളവിടെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഓസ്കൾട്ടേറ്റ് ചെയ്തിട്ട് നോക്കുന്ന പൾസിനെയാണ് എപ്പിക്കൽ പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പിക്കൽ. ദെൻ നെക്സ്റ്റ് ഈസ് ബ്രാക്കിയൽ പൾസ്. ഓക്കെ, ബ്രാക്കിയൽ പൾസ് മീൻസ് നമുക്കറിയാം, നമ്മളിവിടെ കൈക്കുഴി എന്ന് പറയുന്ന ഒരു ബോഡി പോർഷൻ അല്ലേ, കൈക്കുഴി നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലും ലാബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലഡ് എക്സ്ട്രാക്ഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു സൈറ്റാണ് ബ്രാക്കിയൽ എന്ന് പറയുന്നത്, ഈ ഒരു കൈക്കുഴി. ഓക്കെ, സിംപ്ലി കൈക്കുഴി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നമുക്ക് പാൽപ്പേറ്റ് ചെയ്ത് കിട്ടുന്ന പൾസിനെയാണ് നമ്മൾ ബ്രാക്കിയൽ പൾസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പൾസ് ചെയ്യുന്നത് ബ്രാക്കിയൽ ആർട്ടറിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് റേഡിയൽ പൾസ് ഈസ് ദ മോസ്റ്റ് കോമൺ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിലിമിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ് അല്ലേ, പൾസ് ചെക്ക് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് കൈ ഇങ്ങനെ പിടിച്ച് നോക്കണത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ വലിയ നമ്മുടെ ഈ തമ്പ അല്ലെങ്കിൽ തള്ള വിരലെന്ന് പറയുന്ന ഈ ഒരു ഫിംഗറിൻ്റെ ഇവിടെ നമ്മൾ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പൾസിനെയാണ് നമ്മൾ റേഡിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ലിസൺ. ഈ നമ്മുടെ തള്ളവിരൽ അല്ലെങ്കിൽ തമ്പെന്ന് പറയുന്ന ഈ ഒരു വിരലിൻ്റെ സൈഡിൽ ഇവിടെയാണ് നമ്മൾ റേഡിയൽ പൾസ് നോക്കുന്നത്. മോസ്റ്റ് കോമൺലി നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് അല്ലേ, നമ്മൾ നഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പൾസ് ചെക്കിംഗ് സൈറ്റാണ് റേഡിയൽ എന്ന് പറയുന്നത്. ഇവിടെ സെയിം ആണ്. നെക്സ്റ്റ് ആണ് അൾനാർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് അൾനാർ. ദിസ് അൾനാർ ഓൾസോ സെയിം ദ റിസ്റ്റ് ഏരിയ.
That means here is the radial, the same wrist area here, the corresponding other side we can deeply palpate. We will get the pulse known as ulnar pulse. Okay, next is popliteal. popliteal popliteal pulse എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടലിൽ അല്ലെങ്കിൽ മുട്ടിലെ പട്ടല ബോൺ എന്ന് പറയുന്ന ആ മുട്ടൽ പറയുന്ന ആ ഒരു പോർഷൻ്റെ പുറകുവശത്ത്, നമ്മുടെ കൈക്കുഴി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുട്ടിൻ്റെ പുറകുവശത്ത് ആ ഒരു കാലിൻ്റെ ഒരു കുഴി പോലുള്ള പോർഷൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. അവിടെ നമ്മൾ ഡീപ്പ് പാൽപേഷനിലൂടെ കിട്ടുന്ന പൾസിനാണ് നമ്മൾ പൊപ്ലീറ്റിയൽ പൾസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫെമൊറൽ പൾസ്. ഫെമൊറൽ പൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പെൽവിക് റീജിയൻ കഴിഞ്ഞിട്ട് നമ്മുടെ കാല് തുടങ്ങുന്ന ആ ഒരു ഗ്രോയിനുണ്ട്, ഒരു സ്ട്രക്ചർ, ഒരു ഗ്രോയിൻ പോർഷനുണ്ട്. നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ ഒരു ഗ്രോയിൻ പോർഷനുണ്ട്. ആ ഗ്രോയിൻ പോർഷനിൽ ഡീപ്പ് പാൽപേഷൻ വഴി കിട്ടുന്ന പൾസിനാണ് നമ്മൾ ഫെമൊറൽ പൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് posterior tibial. posterior എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ആൻറ്റീരിയർ. ഇനി നമുക്ക് ഒരു വീഡിയോയിൽ ഞാൻ ഈ ടെർമിനോളജീസ്, ബോഡി പാർട്സ്, സിസ്റ്റമൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബോഡി റിലേറ്റഡ് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകേണ്ട കുറേ സ്ട്രക്ചേഴ്സ്, മെഡിക്കൽ ടേംസ്, പൊസിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. സോ posterior എന്ന് പറഞ്ഞാൽ പുറകുവശം അല്ലേ, ബാക്ക് സൈഡ് എന്നാണ് അർത്ഥം. സോ posterior tibial എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപാദത്തിൻ്റെ പുറകുവശത്ത് ആ ഒരു ബോൺ പോർഷൻ്റെ ഇടയിലുള്ള കുഴിഭാഗമുണ്ട്, കാൽപാദത്തിൻ്റെ പുറകുവശത്ത്. അവിടെ നമ്മൾ ഡീപ്പ് പാൽപേഷന് കിട്ടുന്ന പൾസിനാണ് posterior tibial എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് ഇസ് ഡോർസാലിസ് പെഡിസ്. ദ ടെർമിനോളജി ഇസ് dorsalis pedis. Okay, so we can call as dorsalis pedis. Dorsalis pedis എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപാദത്തിൻ്റെ മുകൾ ഭാഗത്ത്. ഓക്കെ, നമ്മുടെ കാലിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ കാൽപാദത്തിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷനിൽ നമുക്ക് പാൽപ്പേറ്റ് ചെയ്താൽ കിട്ടുന്ന പൾസിനാണ് ഡോർസാലിസ് പെഡിസ് എന്ന് പറയുന്നത്. അപ്പോൾ these are the sites for checking pulse. Okay, but still in our hospital situation, in every hospital, every healthcare situations, we are commonly using this carotid pulse, apical pulse and radial pulse. Okay, അപ്പോൾ carotid pulse ഞാൻ പറഞ്ഞു വളരെ ക്രൂഷ്യൽ വെരി എമർജൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ കെറോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യാൻ സാധാരണ നമ്മൾ നോക്കുന്നത്. അതല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എപ്പിക്കലായിരിക്കും. എപ്പിക്കൽ പൾസ് എപ്പോഴും ഡോക്ടേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന അല്ലേ, ആ ഒരു ചെസ്റ്റിൻ്റെയും പിന്നെ ശ്വാസകോശത്തിൻ്റെയും ഒക്കെ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് കൂടുതലും യൂസ് ചെയ്യുന്നൊരു സൈറ്റാണ് എപ്പിക്കൽ സൈറ്റ് എന്ന് പറയുന്നത്. ദെൻ റേഡിയൽ ഈസ് എ മോസ്റ്റ് ആൻഡ് വെരി കോമൺ. റേഡിയൽ എവിടെയായിരുന്നു? നമ്മുടെ ഈ ഒരു വിരലിൻ്റെ ഇവിടെ അല്ലേ. അപ്പോൾ റേഡിയൽ സൈറ്റ് ഈസ് മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ mostly we are using any medical professionals mostly using this radial pulse. So these are the sites for monitoring pulse rate. Okay, so my dear friends, today we discussed about pulse rate or heart rate, what is the meaning of a pulse, and normal pulse rate and normal range, and then we discussed about a little about pulse variations, and last we discussed about the sites for checking pulse. നമുക്ക് എങ്ങനെയൊക്കെ പൾസ് ഏതൊക്കെ ബോഡി സൈറ്റ്സിലാണ് നമ്മൾ പൾസ് പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. So today this much. I hope you all are clear with my points, all the points. So we will continue. നമുക്ക് റെസ്പിറേഷനും ഇനി ബി പിയും ഉണ്ട് നമ്മുടെ വൈറ്റൽ സയൻസിൽ അല്ലേ. സോ that portion we will continue in our next video sessions. I hope once again you all understood with this all points what I discussed to you. Okay, so we will see you soon, and thank you so much for watching my videos.